ഇനി നമുക്ക് വേറൊരു കമാൻഡ് നോക്കാം, ഗെറ്റ് ആട്രിബ്യൂട്ട്. ഇത് വെബ് എലമെന്റ് കമാൻഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു എലമെന്റിന്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ നമുക്ക് ആവശ്യമുള്ള സിറ്റുവേഷനിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫേസ്ബുക്കിലായിരുന്നു. ഗെറ്റ് ടെക്സ്റ്റ് ആണ് നോക്കിയത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഗെറ്റ് ആട്രിബ്യൂട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. ഇവിടെ നമ്മൾ ഗെറ്റ് ടെക്സ്റ്റ് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ടാഗ് ലൈൻ ആയിരുന്നു. ഫേസ്ബുക്ക് ഹെൽപ്സ് യു എന്നുള്ള ഈ ടാഗ് ലൈൻ ആണ് നമ്മൾ ഗെറ്റ് ടെക്സ്റ്റ് വെച്ചെടുത്തത്. ഇതിന് തന്നെ ഗെറ്റ് ആട്രിബ്യൂട്ട് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് എടുത്ത് നോക്കാം. അപ്പൊ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഈ ടാഗ് ലൈനെ ഞാൻ ഇൻസ്പെക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം H2 എന്നുള്ളത് ഇവിടെ ഈ ബ്ലൂ ഹൈലൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇതിന്റെ HTML കോഡ് അല്ലെ. അപ്പൊ ഇത് ഞാൻ കോപ്പി ചെയ്യാണ്, സെപ്പറേറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഒരു നോട്ട് പാഡിലേക്ക് കൊണ്ടുവന്നിടാം. ഓക്കെ, ഇനി ഈ H2 എന്നുള്ള ടാഗിന്റെ ഇതാണ് ഓപ്പണിംഗ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി എക്സ്പാത്ത് ഒക്കെ പഠിച്ചപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടി ഞാൻ പറയാണ്, H2 എന്നുള്ളതാണ് ഇതിന്റെ ഓപ്പൺ ടാഗ്. ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഇതാണ് ഓപ്പൺ ടാഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ക്ലോസിംഗ് ടാഗ് ഇങ്ങനെ സ്ലാഷ് വരുന്നതാണ് ക്ലോസിംഗ് ടാഗ്. ഓക്കെ, അപ്പൊ ഈ ഓപ്പൺ ടാഗിന്റെയും ഈ ക്ലോസിംഗ് ടാഗിന്റെ ഇടയിൽ കിടക്കുന്ന ഈ ടെക്സ്റ്റ് ആണ് നമ്മുടെ ഗെറ്റ് ടെക്സ്റ്റ് എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ, ഗെറ്റ് ടെക്സ്റ്റ് നമ്മളിപ്പോ ഒരു എലമെന്റിനെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് അതിന്റെ ഗെറ്റ് ടെക്സ്റ്റ് വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഓപ്പൺ ടാഗിന്റെ ക്ലോസിംഗ് ടാഗിന്റെ ഇടയിൽ കിടക്കുന്ന കണ്ടന്റ് ആണ് ഗെറ്റ് ടെക്സ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അതിപ്പോ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആയിരിക്കാം, ഒരു ചെറിയ വേർഡ് ആയിരിക്കാം, ഒരു ലെറ്റർ ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. ഗെറ്റ് ടെക്സ്റ്റ് ഈ രണ്ട് ടാഗുകളുടെ ഇടയിലാണ് ആ ടെക്സ്റ്റ് കിടക്കുന്നതെങ്കിൽ ഗെറ്റ് ടെക്സ്റ്റ് എന്തായാലും കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ഇതാണ് ഗെറ്റ് ടെക്സ്റ്റിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഗെറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടാഗ് ഉണ്ടല്ലോ, H2 എന്നുള്ളതാണ് ടാഗ്. H2ന്റെ ടാഗിന്റെ കൂടെ, അതായത് ഏത് ടാഗും ആയിക്കോട്ടെ, ആ ടാഗിന്റെ കൂടെ വരുന്ന എല്ലാം ആ ടാഗിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇവിടെ H2 എന്നുള്ള ടാഗിന് ഒരേ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരേ ഒരു ആട്രിബ്യൂട്ടേ ഉള്ളൂ, അതാണ് ക്ലാസ്. ഓക്കെ, ആ ക്ലാസിന്റെ വാല്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് _8ESO എന്ന് കാണുന്നത്. ഈ ക്ലാസ് എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആണ്. ഓക്കെ, ഈ ക്ലാസ് H2ന്റെ ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ നമ്മൾ ഗെറ്റ് ആട്രിബ്യൂട്ട് വഴി വിളിക്കുമ്പോൾ ഇപ്പൊ ക്ലാസിന്റെ വാല്യൂ ആണ് എനിക്ക് വേണ്ടെങ്കിൽ ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത ഈ വാല്യൂ ആണ് എനിക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു എലമെന്റ് ട്രൈ ചെയ്ത് നോക്കാം. തൽക്കാലം നമുക്ക് ഇത് ആദ്യം എടുക്കാം, എന്നിട്ട് ഈ ഗെറ്റ് ടെക്സ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് നമുക്ക് വേറൊരു എലമെന്റിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ക്രോം ഡ്രൈവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. FB ലോഞ്ച് ചെയ്യുന്ന ആ ലൈനും എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ടാഗ് ലൈൻ എന്ന് പറഞ്ഞിട്ട് FB ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി H2 ടാഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ കാണിച്ച ടാഗ് ആണ് അത് എടുക്കുക. ഇനി FB ടാഗ് ലൈനിന്റെ ഗെറ്റ് ടെക്സ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ ഞാനൊരു ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ള ഇവിടെ ടൈപ്പ് ചെയ്യാം, ഗെറ്റ് ടെക്സ്റ്റ്. ഓക്കെ, ഗെറ്റ് ടെക്സ്റ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് ഇതേ FB ടാഗ് ലൈനിന്റെ ഗെറ്റ് ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ഡോട്ട് ഗെറ്റ് ആട്രിബ്യൂട്ട്. ഗെറ്റ് ആട്രിബ്യൂട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ വേണോ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ആകെ ഒരേ ഒരു ആട്രിബ്യൂട്ടേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എല്ലാ എലമെന്റ്സിനും. അപ്പൊ ഏത് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആണ് വേണ്ടതെന്നുള്ളത് കൊടുക്കണം. അപ്പൊ ഇവിടെ ക്ലാസ് എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ക്ലാസ് എന്നുള്ളത് അവിടെ പറഞ്ഞു കൊടുക്കണം. ഗെറ്റ് ആട്രിബ്യൂട്ട് കണ്ടോ, കോട്സിനകത്ത് നിങ്ങൾക്ക് എന്തിന്റെ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആണോ വേണ്ടത്, ക്ലാസ്, നേരത്തെ കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഈ വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. എന്നിട്ട് ഇതൊരു സിസ് ഔട്ടിൽ കൊടുക്കുക. ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്തായാലും സിസ് ഔട്ടിൽ കൊടുത്തിട്ടുണ്ടാവണം. ടാഗ് ലൈൻ അതിന്റെ ക്ലാസിന്റെ വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ഗെറ്റ് ആട്രിബ്യൂട്ട് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാനിത് കമന്റ് ചെയ്യാണ് ഇവിടെ നിന്ന് താഴോട്ട്. നമുക്കത് ആദ്യം അത്രയും വരെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ബാക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ FB ടാഗ് ലൈൻ എന്നുള്ള എലമെന്റിന്റെ ഗെറ്റ് ടെക്സ്റ്റും ഗെറ്റ് ആട്രിബ്യൂട്ടും ഈ രണ്ട് മെത്തേഡും ഒരേ എലമെന്റിൽ തന്നെ നമ്മൾ ട്രൈ ചെയ്യാണ്.
എക്സിക്യൂഷൻ കഴിഞ്ഞു. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ? അതിന്റെ ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ടാഗ് ലൈനിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അല്ലെ, പുറത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്സ്റ്റ് ആണ് ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പൺ ടാഗിന്റെയും ക്ലോസിംഗ് ടാഗിന്റെയും ഇടയിൽ യൂസർ എന്താണോ നമ്മുടെ ആ പേജ് ലോഞ്ച് ചെയ്യുമ്പോൾ, വെബ് പേജ് ലോഞ്ച് ചെയ്യുമ്പോൾ പുറത്ത് കാണുന്നത്, അതാണ് നമ്മുടെ ഗെറ്റ് ടെക്സ്റ്റ് എടുക്കുന്നതെങ്കിൽ ഗെറ്റ് ആട്രിബ്യൂട്ട് എടുക്കുന്നത് ഒരു എലമെന്റിന്റെ നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂവിനെയാണ് ഗെറ്റ് ആട്രിബ്യൂട്ട് എടുക്കുന്നത്. ഇവിടെ ക്ലാസ് എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഇതായിരുന്നു, കണ്ടില്ലേ നിങ്ങൾ? ക്ലാസ് എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഇതാണ് എടുത്തുകൊണ്ട് വന്നത്. ഓക്കെ, ഇത് തന്നെയാണ് ഗെറ്റ് ടെക്സ്റ്റും ഗെറ്റ് ആട്രിബ്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഗെറ്റ് ടെക്സ്റ്റ് നമ്മളൊന്നും അതിന്റെ ബ്രാക്കറ്റിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണ്ട, വെറുതെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഗെറ്റ് ടെക്സ്റ്റ് എന്ന് വിളിച്ചാൽ മതി. പക്ഷെ ഗെറ്റ് ആട്രിബ്യൂട്ടിന് നമ്മൾ ഏത് ആട്രിബ്യൂട്ടിനെയാണ് വിളിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എലമെന്റ് കൂടി നോക്കാം. എലമെന്റിലാകെ ഒരേ ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ലോഗിൻ തന്നെ ഒന്ന് നോക്കിയാലോ. ലോഗിൻ ബട്ടണിൽ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, കണ്ടോ? നമുക്ക് ഇതിന്റെ കോപ്പി എടുത്തിട്ട് അത് നോക്കാം. കോപ്പി എലമെന്റ് അടുത്ത എലമെന്റിന്റെ ആണ്, ലോഗിൻ ബട്ടന്റെ ആണ് ഞാൻ ഈ പേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഓപ്പൺ ടാഗ് എന്ന് പറയുന്നത്? ഈ ബട്ടൺ ആണ് ടാഗ് എന്ന് പറയുന്നത്. ഈ ഓപ്പൺ ടാഗ് എവിടം വരെയുണ്ട്? ഇവിടെ വരെയുണ്ട്, കണ്ടോ? ഓക്കെ, ഈ ഓപ്പൺ ടാഗ് ഇവിടെ വരെയുണ്ട്. ഇവിടെ തൊട്ടാണ് ക്ലോസിംഗ് ടാഗ് തുടങ്ങിയിരിക്കുന്നത്. ഇതാണ് ക്ലോസിംഗ് ടാഗ്, ഇതാണ് ഓപ്പൺ ടാഗ്. ഈ ഓപ്പൺ ടാഗിന്റെ ഉള്ളിൽ കിടക്കുന്നത് എല്ലാം ഈ ബട്ടൺ എന്നുള്ള ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ്. പുറമേ കാണുന്ന ഈ ലോഗിൻ എന്നുള്ളത് മാത്രമാണ് ഡിസ്പ്ലേ ടെക്സ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ഗെറ്റ് ടെക്സ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ലോഗിനെ മാത്രമാണ്. ബാക്കി ഇതെല്ലാം ഈ എലമെന്റിന് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഒരു പ്രോപ്പർട്ടി എന്താണ്? വാല്യൂ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെ? വാല്യൂവിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലാസ് ആണ്. ക്ലാസിന്റെ ഇത്രയുണ്ട്, ക്ലാസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ആ കോഡ്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെയാണ്. ഇനി അടുത്തത് നെയിം, അടുത്ത ആട്രിബ്യൂട്ട് ആണ്, കണ്ടോ? നെയിം എന്താണ്? ലോഗിൻ ആണ്, കണ്ടോ? ഈ കോഡ്സ് ഇവിടെ ക്ലോസ് ആയി. അടുത്ത ആട്രിബ്യൂട്ട് ആണ് data-testid. അപ്പൊ ആട്രിബ്യൂട്ട്സ് ഒന്നും കോഡ്സിലായിരിക്കില്ല, ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ ആയിരിക്കും കോഡ്സിൽ, കണ്ടോ? ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഈ കിടക്കുന്നതാണ് ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സബ്മിറ്റ്, ടൈപ്പ് സബ്മിറ്റ്, ID ഇത്, കണ്ടോ? ഇത്രയും സംഭവങ്ങൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യട്ടെ ഞാൻ. ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ? 1 2 3 4 5 6 ആട്രിബ്യൂട്ട്സ് ഉള്ള ആളാണ് നമ്മുടെ ബട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ H2-നാകെ ഒരേ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടായിരുന്നുള്ളൂ, ക്ലാസ് അല്ലെ? ബട്ടന് ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ്, കണ്ടോ, ഇത് ക്ലോസ് ആയിരിക്കുന്നത്. ഈ ആംഗുലർ ബ്രാക്കറ്റ്, ഈ ഓപ്പൺ ടാഗിന്റെ ഇത് ക്ലോസ് ആയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ടെക്സ്റ്റ് എഴുതിയതിനു ശേഷമാണ് ക്ലോസിംഗ് ടാഗ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഗെറ്റ് ടെക്സ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ലോഗിനെ ആയിരിക്കും. ഗെറ്റ് ആട്രിബ്യൂട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഏത് ആട്രിബ്യൂട്ട് ആണോ കൊടുക്കുന്നത് അതിനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് നമ്മൾ രണ്ടാമത് എടുത്തത് ലോഗിൻ ബട്ടൺ ആണ്. ഓൾറെഡി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഗെറ്റ് ടെക്സ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ലോഗിൻ ബട്ടൺ ഗെറ്റ് ടെക്സ്റ്റിന് എടുത്തതിന് ശേഷം ഒരു എലമെന്റിലോട്ട്, ഒരു സ്ട്രിംഗ് വേരിയബിളിലേക്ക് വെച്ചിട്ട് ആ സ്ട്രിംഗ് വേരിയബിളിനെ ഞാനൊന്ന് പ്രിന്റ് ചെയ്തു. അങ്ങനെ ചെയ്തിരിക്കുന്നത്, രണ്ടും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ ലോഗിൻ ബട്ടന്റെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് കൊടുക്കാം. അതായത് ഇവിടെ എനിക്ക് വേണ്ടത് ലോഗിൻ ബട്ടൺ ടെക്സ്റ്റ്. ലോഗിൻ ബട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗെറ്റ് ടെക്സ്റ്റ് സേവ് ചെയ്തിരിക്കുന്ന ഈ സ്ട്രിംഗ് ആണ്. നമുക്ക് ലോഗിൻ ബട്ടൺ ആട്ടോ വേണ്ടത്. ഡോട്ട് ഗെറ്റ് ആട്രിബ്യൂട്ട് എടുക്കുക. ഈ ആട്രിബ്യൂട്ടിൽ നിങ്ങൾക്ക് ഏത് ആട്രിബ്യൂട്ട് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് ആണ് അറിയേണ്ടെങ്കിൽ ക്ലാസിന്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതിനകത്ത് ക്ലാസ് കൊടുക്കണം. ഓക്കെ, ഇല്ല നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും വേണം. ഇപ്പൊ ലോഗിൻ ബട്ടന്റെ തന്നെ ഇപ്പൊ ഞാനത് 2-3 പ്രാവശ്യം സിസ് ഔട്ട് കൂടി കൊടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. സിസ് ഔട്ടും കൂടി കൊടുത്തോട്ടെ. അപ്പൊ ലോഗിൻ ബട്ടന്റെ ക്ലാസ് എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് കാണിക്കും നിങ്ങൾക്ക് ഇവിടെ. ഇനി അടുത്തത് വേറെ എന്തെങ്കിലും വേണമെന്ന് വിചാരിക്കുക, നെയിം വേണം. നെയിം അറിയണം എന്നാണെങ്കിൽ ലോഗിൻ ബട്ടന്റെ സെയിം തന്നെ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ലോഗിൻ ബട്ടന്റെ നെയിം എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അത് കൊടുത്തു. എഗൈൻ ഇനി വേറെ ഏത് ആട്രിബ്യൂട്ട് നിങ്ങൾക്ക് അറിയണം? data-testid അറിയണോ? ഓക്കെ, data-testid എടുക്കുക. ഇവിടെ നിന്ന് കോഡ്സിൽ, അവിടെ കോഡ്സിൽ കൊടുക്കണം കേട്ടോ.
ഇപ്പുറത്തെ കോഡ്സ് ഇല്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കാതിരിക്കരുത്. ഇവിടെ എന്തായാലും കോഡ്സിലെ സ്ട്രിങ് ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി അടുത്തത് എന്ത് വേണം? ടൈപ്പ് അറിയണോ? ടൈപ്പും ഐ ഡിയും അതും കൊടുത്തേക്കാം. 2 എണ്ണം കൂടി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തോട്ടെ. 2 പ്രാവശ്യം കൂടി കോപ്പി പേസ്റ്റ് ചെയ്തു. ഇവിടെ എനിക്ക് ഐ ഡി എന്താണെന്ന് അറിയണം, ഇവിടെ എനിക്ക് ടൈപ്പും അറിയണം. ഇത്രയും ഡീറ്റെയിൽസ് എനിക്ക് അറിയണം. ഈ ലോഗിൻ ബട്ടന്റെ ഇത്രയും പ്രോപ്പർട്ടീസിനെ കുറിച്ച് എനിക്ക് അറിയണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഫ്രണ്ടിൽ കൊടുത്തേക്കാം. ഇത് ക്ലാസ് ആണ്, പ്ലസ് ഇത് നെയിം ആണ്, പ്ലസ് ഇതേതാണ് ഡേറ്റാ ടെസ്റ്റ് ഐ ഡി ആണ്. ടൈപ്പ് ചെയ്യാൻ മടിയായി, ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യാനാണ്. ഡേറ്റാ ടെസ്റ്റ് ഐ ഡി പ്ലസ് ഇനി ഇവിടെ ഐ ഡി, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ എലമെന്റ്സ്, കുറച്ച് അധികം ആട്രിബ്യൂട്ട്സിലെ എലമെന്റ്സ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരെണ്ണം വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം അത് അത്ര ക്ലിയർ ആവില്ല, പിന്നീട് നിങ്ങൾ മറന്നു പോകും ഒരെണ്ണം വെച്ച് കഴിയുമ്പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ fbTagline.ന്റെ getTextഉം getAttribute ആണ് നമ്മൾ എടുത്തത്. അത് രണ്ടും ഒരു സെറ്റ് ആയിരുന്നു കണ്ടോ. അതിന്റെ getTextഉം getAttribute ആണ് എടുത്തത്. നെക്സ്റ്റ് നമ്മൾ ലോഗിൻ ബട്ടൺ എന്നുള്ള എലമെന്റിനെ കൊടുത്തു. ആ എലമെന്റിന്റെ getText എടുത്തിട്ട് നമ്മളൊരു സ്ട്രിങ്ങിലേക്ക് സേവ് ചെയ്തതിന് ശേഷം അതിനെ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്തത്. 2 ലൈനായിട്ട് ചെയ്തു. പിന്നെ അത് നെക്സ്റ്റ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലോഗിൻ ബട്ടന്റെ ഇത്ര ആട്രിബ്യൂട്ടുകൾ, ക്ലാസ്, നെയിം, ഡേറ്റാ ടെസ്റ്റ് ഐ ഡി, ടൈപ്പ്, ഇത്ര ആട്രിബ്യൂട്ടുകളെ നമുക്കറിയണം. അത്രയും നമ്മൾ ഒന്നിച്ചു കൊടുത്തിരിക്കുക. എല്ലായിടത്തും ലോഗിൻ ബട്ടനാ കണ്ടോ, എല്ലായിടത്തും ലോഗിൻ ബട്ടൺ എന്നുള്ള കാര്യം. എനിക്ക് ഇതേ എലമെന്റിന്റെ തന്നെയാണ് ഇത്രയും പ്രോപ്പർട്ടീസിനെ കുറിച്ച് അറിയേണ്ടത്. ഓക്കെ, ഇവിടെ പക്ഷെ നമുക്ക് fbTagline ആയിരുന്നു 2 കേസിലും. ഇനി നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സിക്യൂഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആദ്യം കണ്ടിരിക്കുന്നത് നമ്മുടെ ഈ getTextഉം getAttribute നമ്മൾ നേരത്തെ കണ്ട പോലെ ഫേസ്ബുക്കിന്റെ ടാഗ്ലൈനിന്റെ ആണ് അത് രണ്ടും വന്നിരിക്കുന്നത്. പിന്നെ ഈ getText, ഇത് getText ആണ് കേട്ടോ. നമ്മൾ അവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഇടയിൽ കൊടുക്കാൻ വിട്ടുപോയതാണ് കണ്ടോ. ഈ ലോഗിൻ ബട്ടൺ ടെക്സ്റ്റ് കൊണ്ടുവന്നത് ആ getTextനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കിടക്കുന്ന ഈ പുറമേ കാണിക്കുന്ന ഈ ലോഗിൻ, ഈ സംഭവത്തിനെയാണ് getText കൊണ്ടുവന്നത്. അതാണ് ഇവിടെ കാണിക്കുന്ന ലോഗിൻ. ഇനിയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ. ക്ലാസ് നോക്കിയേ, നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നില്ലേ അവിടെ കണ്ടത് കണ്ടോ. ആ ക്ലാസ് ആണ് അവിടെ പ്രിന്റ് ആയിരിക്കുന്നത്. ഇനി നെയിം, ലോഗിൻ, ഡേറ്റാ ടെസ്റ്റ് ഐ ഡി, റോയൽ ലോഗിൻ ബട്ടൺ, ഐ ഡി, ഇങ്ങനെ ഒരു സംഭവം, ടൈപ്പ്, സബ്മിറ്റ് കണ്ടോ. നോക്കിയേ, നെയിം, ലോഗിൻ, ഡേറ്റാ ടെസ്റ്റ് ഐ ഡി, റോയൽ ലോഗിൻ ബട്ടൺ, ടൈപ്പ്, സബ്മിറ്റ്, ഐ ഡി, ഇങ്ങനെ. ഓക്കെ, ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പുറത്ത് നോക്കാം, ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കാം കണ്ടോ. നെയിം എന്താണ്, ഡേറ്റാ ടെസ്റ്റ് ഐ ഡി എന്താണെന്ന് നോക്കാം. അത് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ നോട്ട് പാഡിൽ ഇട്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് getAttribute എന്ന് പറയുന്നത്. getAttribute ആ എലമെന്റിന്റെ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പൊ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഏത് ആട്രിബ്യൂട്ട് വേണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ പ്രോപ്പർട്ടീസ് ആണ്. ഈ പ്രോപ്പർട്ടി ഓരോ പേജിലും ചിലപ്പോൾ ഓരോ ബിഹേവിയർ കാണിച്ചു തന്നിരിക്കും. ചിലപ്പോൾ ഒരു പേജിൽ ചിലപ്പോൾ അതിനൊരു കളർ വ്യത്യാസം, ഒരു കളറായിരിക്കും. അടുത്ത പേജിൽ പോകുമ്പോൾ വേറൊരു കളറായിരിക്കും, അല്ലെങ്കിൽ അത് ഡിസേബിൾ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അതിനുശേഷം എന്തെങ്കിലും വാല്യൂ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അത് എനേബിൾ ആവുന്നത്. അങ്ങനെ ഈ പ്രോപ്പർട്ടി ചേഞ്ചിങ് ആയിരിക്കും എലമെന്റ്സിന്റെ. അപ്പൊ നമ്മൾ ഈ ആട്രിബ്യൂട്ട് എടുത്തിട്ട്, ഇപ്പോൾ ഡിസ്പ്ലേ എന്നൊരു ആട്രിബ്യൂട്ട് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡിസ്പ്ലേ എന്നുള്ള ആട്രിബ്യൂട്ട് എടുത്തിട്ട് നോക്കാം അതിന്റെ വാല്യൂ എന്താണ് ആ പേജിൽ വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇനി അടുത്ത പേജ് ലോഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഡിസ്പ്ലേ നണ്ണായിട്ടുണ്ടാവും, കാര്യം പുറത്ത് ഡിസ്പ്ലേ കാണിക്കരുത് എന്നുള്ളത്, ഹിഡൻ ആക്കി വെക്കണം എന്നുള്ളത്. ആ കേസിൽ നമ്മൾ എടുത്ത് നോക്കും ഡിസ്പ്ലേ മാറിയിട്ടുണ്ടോ, അതിന്റെ പ്രോപ്പർട്ടി മാറിയിട്ടുണ്ടോ. അതുപോലെ ഇപ്പോൾ ഒരു പാസ്വേഡ് ഫീൽഡ് ആണെന്ന് വിചാരിക്കാം. പാസ്വേഡ് ഫീൽഡ് എപ്പോഴും പാസ്വേഡ് ഫീൽഡ് ആയിട്ട് തന്നെ ഇരിക്കണം അല്ലെ. അതായത് അതിനകത്ത് യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ കാണരുത്. ഒന്നെങ്കിൽ ഡോട്ട് എന്നുള്ള ഒരു മാസ്ക് ആയിട്ടുള്ള ഇത് വരണം, അല്ലെങ്കിൽ സ്റ്റാർ വന്നിട്ട് മാസ്ക് ചെയ്യണം. അപ്പൊ ആ പ്രോപ്പർട്ടി ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി വയലേഷൻ ആണ്. അതായത് യൂസറിന്റെ പാസ്വേഡ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഏത് പേജിൽ എടുത്താലും ഈ പാസ്വേഡ് ഫീൽഡിന്റെ
പ്രോപ്പർട്ടീസ് കറക്റ്റ് ആണോ, പാസ്വേഡ് ആയിട്ട് തന്നെയാണോ ഇരിക്കുന്നത്, മാസ്ഡ് ആയിട്ട് തന്നെയാണോ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യേണ്ട സിറ്റുവേഷനിൽ നമുക്ക് ആട്രിബ്യൂട്ട്സ് എടുത്ത് തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അവിടെയാണ് നമുക്ക് ഗെറ്റ് ആട്രിബ്യൂട്ട് യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഏതെങ്കിലും ഒരു റിയൽ ടൈം എക്സാമ്പിൾ തന്നെ എടുക്കാം, കാരണം അപ്പോഴേ നിങ്ങൾക്ക് കുറച്ച് അധികം ആട്രിബ്യൂട്ട്സ് കിട്ടുള്ളൂ. എന്നിട്ട് ഏതെങ്കിലും എലമെന്റ്സ് ഇതുപോലെ ഇൻസ്പെക്ട് ചെയ്യും. ഇപ്പൊ ഇമെയിൽ അഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് എടുക്കാം. കണ്ടോ, ഇൻപുട്ട് എന്നുള്ളതാണ് അതിന്റെ ടാഗ്. അതിന്റെ കൂടെ വരുന്ന ഇത്രയും സംഭവങ്ങൾ ഇത് ക്ലോസ് ചെയ്യുന്നത് വരെ ഈ തുറന്നു വെച്ച ഈ സംഭവം ഇവിടെ വന്നിട്ടാണ് എൻഡ് ആവുന്നത് അല്ലെ. ഇവിടെ വരെ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഇൻപുട്ട് ഫീൽഡിന്റെ, അതായത് ഇമെയിൽ അഡ്രസ് എന്നുള്ള ഫീൽഡിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഇത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തു നോക്കാം. പ്ലേസ് ഹോൾഡർ എന്നുള്ള ആട്രിബ്യൂട്ട് എടുത്ത് നോക്കാം, കറക്റ്റ് ആയിട്ടാണോ പ്ലേസ് ഹോൾഡർ വന്നിരിക്കുന്നത്. അതുപോലെ ഏരിയ ലേബൽ കണ്ടോ, ID, ഡേറ്റാ ടെസ്റ്റ് ID, അങ്ങനത്തെ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് മീൻസ് നമ്മൾ ബട്ടണിൽ ട്രൈ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, പ്ലേസ് ഹോൾഡർ പോലത്തെ, അത് നിങ്ങൾക്ക് അടുത്ത ഒരു എലമെന്റ് ആകുമ്പോൾ വേറെ കുറെ ആട്രിബ്യൂട്ട്സ് കിട്ടും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റുകൾ നോക്കുക. ഒരു ടെക്സ്റ്റ് ബോക്സ്, ഒരു ബട്ടൺ, ഒരു റേഡിയോ ബട്ടൺ, ഒരു ചെക്ക് ബോക്സ്, അങ്ങനെ ഡിഫറെന്റ് എലമെന്റ്സ് വെച്ചിട്ട് അതിന്റെയൊക്കെ ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ് ഡിസ്പ്ലേ ആവുന്നത് എന്ന് നോക്കിയിട്ട് പ്രിന്റ് ചെയ്ത് നോക്കുക ഇതുപോലെ. അപ്പൊ ആട്രിബ്യൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.